വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാനെ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന് അടക്കം ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഇതിനിടെ പ്രതിയുടെ മനോനില പരിശോധിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഫാന്റെ മനോനിലയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷമേ കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ താൻ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചുവെന്നും താനും മരിക്കുമെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതിന് പിന്നാലെ അഫാന് വൻ സുരക്ഷയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഫാനൊപ്പം സെല്ലിൽ മറ്റൊരു തടവുകാരനുണ്ട്. സാധാ നിരീക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത്. പിതൃമാതാവ് സൽമ ബീവി, അനുജൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 24-നായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത്. പിതൃമാതാവ് സൽമ ബീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ്, അമ്മ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ നടന്നതും. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. എലിവിഷം കഴിച്ചു എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കാനായിരുന്നു പദ്ധതിയെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് ആശങ്കയുണ്ടായി. ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നുവെന്ന് പ്രതി അന്വേഷണ സംഘത്തെ അറിയിച്ചു. അതേസമയം അഫാൻ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉറ്റബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്നാണ് അഫാൻ മൊഴിയിൽ പറഞ്ഞത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കൊല്ലുന്നതിന് മുമ്പ് കാമുകിയോടും അനുജനോടും കൊലപാതകങ്ങൾ ചെയ്ത് പറഞ്ഞിരുന്നുവെന്ന് അഫാൻ പറഞ്ഞു. എന്നാൽ താനും മരിക്കുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കുടുംബത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുറഹീം ആവർത്തിച്ച് പറയുന്നത്. മറികടക്കാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഭാര്യ ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും നേരത്തെ കണ്ടതിനേക്കാൾ വ്യത്യാസം കാണുന്നുണ്ടെന്നും റഹീം പറഞ്ഞു. വീട്ടിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അബ്ദുറഹീം ആവശ്യപ്പെട്ടു.